Hello friends, this is Shri and welcome to yet another episode of Life Unfolded by Shri. ഇന്ന് ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ടു ബിഗിൻ വിത്ത്, പഞ്ചസാര കാരമലൈസ് ചെയ്തു. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാം റൂം ടെമ്പറേച്ചറിലാവണമല്ലോ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തത്. കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു. വേഗം എയർ ഫ്രയറിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ട്രേ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ കേക്ക് ബേക്കിംഗ് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോലിയൊന്നും അല്ല. എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ്. അതായത് ഇതിൻ്റെ പ്രിപ്പറേഷൻ പാർട്ടാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. കേക്ക് മിക്സിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. മിക്സിങ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തത്. ഞാനൊരു 2 കപ്പ് മാവും 4 മുട്ട, 1 കപ്പ് പഞ്ചസാര ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തത് കേട്ടോ. പഞ്ചസാരയ്ക്ക് ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തത്. പ്ലം കേക്ക് അല്ലേ, അപ്പോൾ ഒരു കളർ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ബട്ടറും ഷുഗറും എഗ്ഗും വാനില എസൻസും ഒക്കെ കൂടെ ഒരു നല്ല മണമായിരുന്നു കേക്കിന്. 4 മുട്ടയെന്ന് പറയുമ്പം അത് ഓരോന്നായിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. പിന്നീട് നമ്മൾ കുറേശ്ശെയായിട്ട് വേണം മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ വല്ലാണ്ട് ഓവർ ബീറ്റ് ചെയ്യാനും പാടില്ല. ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, കുറേശ്ശെ മാവ് ചേർത്തിട്ട്. കട്ട സപ്പോർട്ടുമായിട്ട് 5 എനിക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എളുപ്പത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ കേക്കിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്ന ഐറ്റം ദാ വരുന്നു. ഇതെന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം ക്രിസ്മസ് കഴിഞ്ഞ സമയത്ത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇതായിരുന്നു എൻ്റെ കേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഞാൻ 1 വർഷമായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കേക്കിൻ്റെ VIP ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സോക്ഡ് ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ ചിലരൊക്കെ ഈ സോക്ഡ് ഫ്രൂട്ട്സിന് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഓരോ കഷ്ണമൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തതേ ഉള്ളൂ. പിന്നെ സോക്ക് ചെയ്ത് വെച്ച റമ്മില്ലേ, അതിൻ്റെ കുറച്ച് ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഞാനൊരു 1.5 കപ്പ് സോഫ്റ്റ് ഫ്രൂട്ട്സ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനി ഒരു പ്രാവശ്യവും കൂടെ ഒരു കേക്കും കൂടെ ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സ് അതിനകത്തുണ്ട്, അപ്പോൾ ഇനി ഒരു കേക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് മാറ്റി അതൊക്കെ നന്നായിട്ട് തട്ടി അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളല്ലേ. ഈ കേക്ക് ബേക്കായി വരുമ്പോൾ ഒരു നല്ല മണം കിട്ടും. ആഹാ, അത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. എന്ത് മണമായിരിക്കുന്നറിയോ? വീട് നിറയെ ആ ഒരു മണം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ കേക്കൊക്കെ ബേക്കായി ഞാനൊന്ന് നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. കേക്ക് ടിന്നിൽ നിന്നും മാറ്റി ആ താഴ്ഭാഗം ഒരു സൈഡിൽ മാത്രം കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കേക്കിൻ്റെ ടേസ്റ്റിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഷേർലി ആൻറ്റി കൊണ്ടുതന്ന വൈനൊക്കെ വെച്ചു ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. എന്നിട്ട് വസുവും നയനവും കൂടെ കേക്ക് മുറിച്ചു. ആഹാ, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും പറയല്ല, ഇറ്റ് വാസ് വെരി ഡിലീഷ്യസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പിശുക്ക് കാണിക്കണ്ട കേട്ടോ.